എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നട്ട് വളർത്തിയിരിക്കുന്ന നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടുമുള്ള കൃഷികൾ, പച്ചക്കറികൾ, പൂക്കളൊക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണി ഒന്ന് മുറ്റത്തോടൊക്കെ ഇറങ്ങി നടന്ന് ഒന്ന് കാഴ്ചകൾ കാണുക എന്നുള്ളതാട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ഇതേപോലെ കാണാനായിട്ട് നമ്മുടെ പറമ്പിന് ചുറ്റും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത പറമ്പിലുണ്ടെങ്കിൽ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഒരു വീട്ടിൽ നമ്മളുടെ ആവശ്യമായ എല്ലാ സാധനങ്ങളും നമുക്ക് നട്ട് വളർത്തി ഫ്രഷോട് കൂടിയിട്ട് നമുക്ക് പറിച്ചുപയോഗിക്കാൻ പറ്റും. ഒരു വിഷവുമില്ലാത്ത, ഒരു കടയിലും പോയി വാങ്ങണ്ട, ഒരു സമയവും കളയണ്ട. ഒരു കഷ്ണം ഇഞ്ചി വേണമെന്ന് വിചാരിച്ചാൽ നമുക്കിതേപോലെ പോളിത്തീൻ കവറിൽ നട്ട് കഴിഞ്ഞാൽ ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് കറിയിലിടാം. അതേപോലെ നമുക്ക് യഥേഷ്ടം നമുക്ക് ഇഞ്ചി കൃഷി ഇതേപോലെ നമുക്ക് നടത്താൻ പറ്റും. നമ്മുടെ വീട്ടിലാവശ്യമായ എല്ലാ പച്ചക്കറികളും നമുക്കിതുപോലെ കവറിൽ നമ്മളുടെ വീടിന് ചുറ്റും നട്ട് വളർത്തി പറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നെല്ലാവരും ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഈ നമ്മുടെ നമുക്ക് മറ്റുള്ള മൃഗങ്ങളുടെയും അല്ലെ പക്ഷികളുടെയൊക്കെ ശല്യം മൂലം കുറേ പരിമിതികളുണ്ടെന്ന് മാത്രം. അപ്പോൾ നമ്മൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ ഒരു നെറ്റൊക്കെ കെട്ടി ഇതിനെ മറയ്ക്കാവുന്നതുള്ളൂ കേട്ടോ. നമ്മുടെ കൃഷികളൊക്കെ നാശമായി പോകാതിരിക്കാൻ. പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി നശിപ്പിച്ച് കളയും. ഇപ്പോൾ പന്നിശല്യമൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ ഇത്ര നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ. എനിക്ക് ഒട്ടും ലൈക്കില്ല, അത് നിങ്ങളുടെ കയ്യിലാണ്. ലൈക്കൊക്കെ നിങ്ങളൊക്കെ ഒരു ലൈക്ക് ചെയ്ത് പോകണം കേട്ടോ. എല്ലാ കൃഷികളും നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വസ്തുക്കളുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ. ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെന്താ ഇഞ്ചി, പച്ചമുളക്, വാഴ, തേങ്ങ എല്ലാം ഉണ്ട്. എല്ലാം ഒരു കുറഞ്ഞ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ കാഴ്ചകളൊക്കെ കേട്ടോ. ഏലമൊക്കെ പിടിക്കാൻ പാടായെങ്കിൽ പോലും നമുക്കത് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായിട്ടോ. പയറുകൾ, ഇത് ചതുരപ്പയറാണ്. അപ്പോൾ നമുക്ക് കോവലം, പാവയ്ക്ക എന്ന് വേണ്ട എല്ലാം നമ്മളുടെ ഒരു കുറഞ്ഞ സ്ഥലത്തിൻ്റെ ഉള്ളിൽ നമുക്കിതുപോലെ കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത നല്ല പിന്നെ കറിവേപ്പില, അതേപോലെ തന്നെ ഒരു പച്ചമുളകിന് പകരം നമുക്കൊരു കാന്താരി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് എല്ലാം നമുക്കിതുപോലെ കൃഷി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ചേമ്പന്താളൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒരു 10 കട ചേമ്പ് കുഴിച്ച് വെച്ചാൽ നമുക്ക് താളം, അത് കഴിയുമ്പോൾ അതിൻ്റെ കിഴങ്ങും എന്തൊരു പിന്നെ സന്തോഷമായിട്ട് നമുക്കിത് പറിച്ച് കറി വയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചെറിയ തെങ്ങാണെങ്കിൽ നമുക്ക് തേങ്ങ പറിക്കാനും കരിക്കിടാനും ഒക്കെ സുഖമാണ്. ചെറിയ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന കൃഷികളും അതിൻ്റെ പരിമിതികളും ഉൾക്കൊള്ളിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ചേന, ചേമ്പ്, കാച്ചിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിരിക്കും കേട്ടോ. ഈ സമയത്ത് ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു ടേസ്റ്റായിരിക്കും. കാരണം എല്ലാം ഓണത്തിനോട് സംബന്ധിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണല്ലോ. മധുരക്കിഴങ്ങൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ചാക്കിലോ ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടിച്ചട്ടിയിലാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പോൾ